അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഒരു അയൽവാസിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. അവളുമായിട്ട് ഒരു ചെറിയൊരു തർക്കം വന്നു. ബഹുമാനപ്പെട്ടവരുടെ പേരിൽ അവൾ ഒരു ആരോപം ആരോപിച്ചു. അതായത് നമ്മുടെ സ്ഥലം കുറച്ച് സഈദ് ബിൻ സയ്യിദ് എന്നവർ അക്രമത്തോടു കൂടെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് ആൾക്കാരുടെയിൽ അവളിങ്ങനെ പ്രചരിപ്പിച്ചു. ബഹുമാനപ്പെട്ടവർ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നാട്ടിലൊക്കെ ആൾക്കാരുടെയിലൊക്കെ വലിയ സ്ഥാനമായിരുന്നു, വലിയ ഗൗരവമായിരുന്നു. ഇത് ബഹുമാനപ്പെട്ടവർക്ക് വലിയ വിഷമമായി. കാരണം ഒരു കളവിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും ആൾക്കാർ അത് തെറ്റിദ്ധരിച്ചാൽ ബഹുമാനപ്പെട്ടവരുടെ ദീനീ പ്രബോധനത്തിനൊക്കെ അത് വലിയ കോട്ടം വരുമല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വലിയ വിഷമിച്ചു. അങ്ങനെ തർക്കങ്ങളൊക്കായി, കേസുകളൊക്കായി ഖാദിമാരെ മുമ്പിലൊക്കെ എത്തി. അങ്ങനെ ബഹുമാനപ്പെട്ട സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അവിടെ വിചാരണ ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ നിന്ന് പറയുന്നു, ഞാൻ മുത്തുനബിയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരാളിൽ നിന്ന് ഒരല്പമെങ്കിലും ഒരു ഭൂമി അക്രമമായിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാളെ ഖിയാമത്ത് നാളിൽ അവനെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ഹദീസൊക്കെ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് ആ വിചാരണ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് അവിടെ നിന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഒരു സാക്ഷ്യം അതിനില്ല, ഞാനങ്ങനെ ആരുടെ മുതലും ആരുടെ ഭൂമിയും ഞാൻ ആക്രമിച്ച് കൈവശപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആ തർക്കങ്ങളൊക്കെ അവിടെ തീർന്നു. ബഹുമാനപ്പെട്ടവരങ്ങനെ ചെയ്തിട്ടില്ല എന്നും അവിടെ തെരിഞ്ഞു. എന്നാലും ബഹുമാനപ്പെട്ടവരുടെ ആ സ്ഥാനം, ബഹുമാനപ്പെട്ടവരുടെ ആൾക്കാരിടയിൽ ആ പെണ്ണ് വഷളാക്കിയതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ടവർക്ക് വലിയ വിഷമമായി. തൻ്റെ വീട്ടിൽ നിന്നൊക്കെ പുറത്തു വരാനൊക്കെ വലിയ വിഷമം തോന്നി. അങ്ങനെ അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ ബേജാറായി അവിടെ നിന്ന് ദ്വാരിക്കുകയാണ്, അല്ലാഹ് എന്നെ ഇങ്ങനെ ആക്കിയ ആ പെണ്ണിനിക്ക് നീ പാഠം പഠിപ്പിക്കണേ, അവളെ നീ കുരുടിയാക്കണേ, അവൾ മരണപ്പെടുന്ന സമയത്ത് ആരും ഉണ്ടാവാത്തൊരവസ്ഥയിലാക്കണേ എന്ന്. സുബ്ഹാനല്ലാഹ്, മഹാന്മാരുടെ ദുആയാണല്ലോ, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ദുആയാണല്ലോ ചരിത്രം പറയുന്നു. കുറേ കാലങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം ആ പെണ്ണ് ബഹുമാനപ്പെട്ടവരുടെ ദുആന്റെ ബറക്കത്തിനാൽ അവിടെ നിന്ന് അവൾ കുരുടിയാവുകയും അവൾ ആരുമില്ലാത്ത അവളുടെ കുടുംബക്കാരൊക്കെ അവളെ വഴിമാക്കുകയും അങ്ങനെ ആരുമില്ലാത്തൊരു സ്ഥലത്ത് അവൾ മരണപ്പെടുകയും അവളെ മരണപ്പെട്ട വിവരം തന്നെ ആർക്കും അറിയാത്തൊരു രീതിയിലൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു എന്നൊക്കെ ചരിത്രകാർ നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പം ഇതിലൂടെയൊക്കെ നാം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അതേ ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ ഒരിക്കലും നാം തൊട്ടുകളിക്കരുത്. ആരെയും നാം ആക്രമിക്കരുത്, ആരെയും വഷളാക്കരുത്, ആരെയും നാം ഇകഴ്ത്തി കാണരുത്, ആരെയും നിസ്സാരപ്പെടുത്തരുത്. അതൊക്കെ നമുക്ക് തിരിച്ചടിക്കും. പ്രത്യേകിച്ച് അല്ലാഹുവുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പ്രതിഫലം ഇങ്ങോട്ടുണ്ടാകും. കാരണം അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ വേദനിപ്പിച്ചാൽ അല്ലാഹു വെറുതെ വിടുകയില്ല എന്ന് വളരെ ഗൗരവത്തോടു കൂടെ കാണണം. അതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും നല്ല നിലയ്ക്ക് ബഹുമാനിക്കാൻ അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.